അനു, ഈ ഓഫീസിൽ ഇന്ന് തന്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണെന്ന് ഞാൻ ഓർത്തില്ല. അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും ദേഷ്യം മാറുമ്പോൾ റെസിഗ്നേഷൻ ലെറ്റർ തിരികെ വാങ്ങുമെന്നാണ് ഞാൻ കരുതിയത്. ഇവിടെ ശ്രുതി ഞാൻ അപ്പോയിന്റ് ചെയ്തത് തനിക്ക് പകരമായിട്ടില്ല, തന്റെ അസിസ്റ്റന്റായിട്ടാ. താൻ പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. തന്റെ തീരുമാനം എന്താണെന്ന് എനിക്ക് അറിയുമില്ല. പോകാനാണ് തീരുമാനമെങ്കിൽ സൈൻ ചെയ്യും, അത് കഴിഞ്ഞ് ഞാൻ ഇട്ടോളാം. അനു, താൻ പോയാൽ എനിക്കൊരു നല്ല സെക്രട്ടറിയെ മാത്രമല്ല, എന്നും എൻ്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന നല്ലൊരു ഫ്രണ്ടിനെ കൂടി എനിക്ക് നഷ്ടപ്പെടുന്നു. ഈ ഒപ്പിലൂടെ ജോലിയുമായുള്ള തൻ്റെ ബന്ധം മുറിഞ്ഞു പോയേക്കാം. പക്ഷെ എനിക്ക് തന്നോടുള്ള സ്നേഹം മാത്രം ഒരിക്കലും പോവില്ല. എന്തു പറ്റി അനു? അനു, എനിക്ക് ഇവിടം വിട്ടു പോകാൻ ഒരിക്കലും ആവില്ല. അനു, അതിനാണോ ഇങ്ങനെ കരയുന്നത്? ഞാൻ ആഗ്രഹിച്ചത് അത് തന്നെയാ. ഈ ജോലി അനുവിന് തന്നെ ഉള്ളതാ, വേറെ ആർക്കും ഉള്ളതല്ല. അനു, അനു, അനു ഇങ്ങനെ ഇമോഷണൽ ആവുന്ന എന്തിനാ? ഇത്ര സെന്റിമെന്റൽ ആണല്ലോ താൻ? നല്ല ധൈര്യം ഉണ്ടെന്നാണല്ലോ ഞാൻ കരുതിയത്. ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ കരയാതനു. കമോൺ, cheer up, take it easy. Come on. അനു, അനു കരയണ്ട, കൂൾ ഡൗൺ. ഈ ഓഫീസ് മാത്രമല്ല, ജീവിതത്തിൽ നിങ്ങളെ വിട്ടുപോകാൻ ഒരിക്കലും എനിക്കാവില്ല. ചെറുപ്പം മുതൽ ഞാൻ അനുഭവിച്ച എന്റെ കഷ്ടപ്പാടുകൾക്ക് ദൈവം അയച്ചു തന്ന ആശ്വാസമാണ് നിങ്ങൾ. നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടണമെന്നും ജീവിതകാലം മുഴുവൻ ഒന്നിച്ച് ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. നിങ്ങളിപ്പോ എന്റെ ഈ കൈ പിടിക്കുകയാണെങ്കിൽ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളെ വിട്ടു പോവില്ല. എന്റെ ഭാര്യ സഞ്ജന. മലേഷ്യയിലുള്ള സുമിത്രയുടെയും വിശ്വനാഥിന്റെയും മകൾ. ഞങ്ങൾ രണ്ടുപേരും സ്നേഹിച്ചാണ് വിവാഹം കഴിച്ചത്. സഞ്ജനെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചതാണ് അവളെ തന്നെ വിവാഹം കഴിക്കണമെന്ന്. ഏയ്, കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. താൻ എന്തിനാ ഇങ്ങനെ ഫോളോ ചെയ്യുന്നേ? ഞാൻ നിന്നെ ഫോളോ ചെയ്യല്ല, ലവ് ചെയ്യുകയാ. ആഹാ, ഇനി ഞാൻ നിങ്ങളുടെ പാർക്കിൽ വരണോ, ഫിലിമിന് വരണോ,
അതോ ഐസ്ക്രീം പാർലറിൽ വരണോ? എന്താ വേണ്ടത്? അതൊന്നും വേണ്ട, മാരേജ് ചെയ്താൽ മതി. ഞാനൊരു ബിസിനസ്മാനാണ്, നല്ല സമ്പാദ്യമുണ്ട്, ലൈഫിലെല്ലാം ഉണ്ട്. പക്ഷെ അതൊക്കെ ഷെയർ ചെയ്യാൻ തന്നെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടി കൂടെ ഉണ്ടാവണമെന്ന് എൻ്റെ ആഗ്രഹം. നന്നായി ആലോചിച്ച് നോക്ക്. തൻ്റെ അമ്മയും അച്ഛനും കൊണ്ടിരുന്ന പയ്യനേക്കാൾ ഞാൻ തന്നെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ തന്നെയല്ലേ ബെറ്റർ? നോ ഡൗട്ട്. എന്നെ പോലെ നല്ലവനും സ്നേഹസമ്പന്നനുമായ ഒരു ചെറുപ്പക്കാരനെ തനിക്ക് മഷിയിട്ട് നോക്കിയാൽ പോലും വേറെ കിട്ടില്ല. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. താൻ എസ് എന്ന് പറയുന്നത് തന്നെ എൻ്റെ വിശ്വാസം. അതുവരെ നീളുപോലെ ഞാൻ കൂടെ ഉണ്ടാവും. ഓക്കെ, ബൈ. സഞ്ജന എസ് എന്ന് പറയുന്നതും കാത്ത് ഞാൻ അവളെ പിന്തുടർന്നുകൊണ്ടേയില്ല. കല്യാണക്കാര്യം പറഞ്ഞത് നടക്കില്ല. 2 കൊല്ലം കൂടി കഴിഞ്ഞാലേ എന്റെ കോഴ്സ് കംപ്ലീറ്റ് ആവൂ. അതുവരെ ലവ് ചെയ്യുന്നതിൽ വിരോധമുണ്ടോ? No problem. അങ്ങനെ തുടങ്ങിയ ഞങ്ങളുടെ പ്രണയം വിവാഹത്തിൽ കലാശിച്ചു. ഏയ്, എന്റെ ഡ്രസ്സൊക്കെ എടുത്ത് ഒളിച്ചു വെച്ചാ എനിക്കിടാൻ വേറൊന്നും കിട്ടില്ലെന്ന് വിചാരിച്ചോ? ഏയ്, എന്റെ ഷർട്ട് എന്തിനാ ഇടുന്നത്? ഞാൻ തന്നെ ഇവിടെ നിൽക്കല്ലേ? എന്റെ ഷർട്ട് ഒരുക്കടി. അവിടെ നിൽക്കാൻ സഞ്ജന, അവിടെ നിൽക്കാനാ പറഞ്ഞത്. അവിടെ നിൽക്കാൻ. കിച്ചു. വേണ്ടടാ. കിച്ചു. With this, we shall conclude the meeting. Thank you very much for your participation. Okay? സഞ്ജന, എന്ത് ചെയ്യുവാ? എന്റെ കിച്ചുവിനെ ഓർത്തോണ്ടിരിക്കുക. ഇന്ന് ഏതാ ദിവസം? ഇന്നോ? ഡിസംബർ 27th, മൺഡേ. അല്ല, കിച്ചുവിന്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയൊരു ദിവസാ. നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ ദിവസമാണോ? നോ. ഐസേ, നമ്മൾ ഫസ്റ്റ് കിസ് ചെയ്ത ദിവസമല്ലേ? അല്ല. ഇനി നമ്മുടെ വെഡിങ് ആനിവേഴ്സറി മറ്റാണോ? അല്ല, ഞാനില്ലാതെ കിച്ചുവിന് മാത്രമായി അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ഡേയാ. അതേതാ? നീ ഇല്ലാത്ത ഒരു ദിവസവും എന്റെ ലൈഫിൽ ഇമ്പോർട്ടന്റ് അല്ല സഞ്ജന. ഐ ലവ് യു കിച്ചു. ഐ ലവ് യു ടു. ഇന്ന് കിച്ചുവിന്റെ ബർത്ത്ഡേയാ. സിറ്റിയിലാണെങ്കിൽ വർക്ക് എന്ന് പറഞ്ഞ് കിച്ചു മുങ്ങും. അതുകൊണ്ട് നമ്മുടെ ഹണിമൂൺ നടന്ന അതേ ബീച്ചിൽ ഒരു ഗ്രാൻഡ് പാർട്ടി ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കിച്ചു അർജന്റായി എത്തണം. വരുമല്ലോ? ഓക്കേടാ, അതായിരുന്നു കാര്യം. ഞാൻ ഇതാ അവിടെ എത്തി. എവിടെയാ കിച്ചു? ഓഫീസിലാ? കാറിലാടാ. ഏയ്, സ്പീഡിൽ വരരുത്. ഞാനല്ലേ ഓടിക്കുന്നത്, ഡോണ്ട് വറി. പറയുന്നത് അനുസരിക്കണം. റാഷ് ഡ്രൈവിംഗ് വേണ്ട. നീ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നാ മതി. 3 മണിക്കൂർ കൊണ്ട് എത്തേണ്ട അടുത്ത് 3 മിനിറ്റ് കൊണ്ട് ഞാൻ എത്താം. ഓക്കെ? കിച്ചുവിന് എന്തെങ്കിലും പറ്റിയാ എനിക്കത് സഹിക്കാനേ കഴിയില്ല. നീ എന്റെ കൺമുമ്പിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോ എനിക്ക് എന്ത് പറ്റാനാടാ? Hey, naughty. കിച്ചു. സഞ്ജന, എന്താ ശബ്ദം? സഞ്ജന, സഞ്ജന. ഞങ്ങളുടെ സ്നേഹം കണ്ടിട്ട് അസൂയ തോന്നിട്ടാവും ആ ശരീരം പോലും എനിക്ക് വിട്ടുതരാതെ അവളെ കൊണ്ടുപോയത്. സുനാമി. സഞ്ജനയുടെ ഓർമ്മകൾ എന്നിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അവളുടെ ഫോട്ടോകൾ പോലും നശിപ്പിച്ചു കളഞ്ഞു അങ്കിളും ആൻറ്റിയും. സഞ്ജന ലോകത്ത് നിന്നേക്കുമായി പോയെങ്കിലും എൻ്റെ ഉള്ളിൽ അവളുണ്ട്. എൻ്റെ കൂടെ തന്നെയുണ്ട്, എപ്പോഴും കൂടെയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബിസിനസ്സിൽ മാത്രം ഇത്ര കോൺസെൻട്രേറ്റ് ചെയ്തത്. പ്രേമം, സ്നേഹം, അറ്റാച്ച്മെന്റ്, സെന്റിമെന്റ് ആൻഡ് ഫീലിങ്സ് എല്ലാം ഞാൻ ഈ മുറിയിലിട്ട് കൂട്ടിയിരിക്കുക. വീണ്ടും ആ വാതിൽ തുറക്കാൻ ആരും ശ്രമിക്കരുത്. ഗോ ഗോ.